അത് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നെന്ന് പറഞ്ഞത് പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ആ കോവിഡ് മരണനിരക്കിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. പല സംസ്ഥാനങ്ങളും വളരെ കുറച്ചാണ് കോവിഡ് മരണനിരക്ക് റിപ്പോർട്ട് ചെയ്തത്. അതിന് ഏറ്റവും ആക്ച്വലായിട്ടുള്ള കണക്ക് കൊടുത്തത് കേരളം എന്നാണ് റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. അത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലകളുടെ നേട്ടമായിട്ട് കണക്കുന്ന റിപ്പോർട്ട് കണ്ടിരുന്നു. തീർച്ചയായിട്ടും ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ലോകാരോഗ്യ സംഘടന പറഞ്ഞല്ലോ 45 ലക്ഷം പേർ രാജ്യത്ത് മരണപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷേ ആക്ച്വലായി അത്രയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഡേറ്റ പ്രകാരം അത്ര ഉണ്ടായിരുന്നില്ല. ഈ എക്സ്പേർട്സ് പറയുന്നത് ഒരു 1% യഥാർത്ഥത്തിലുള്ള കണക്ക്. ബാക്കിയെല്ലാം തെറ്റായിട്ടുള്ള കണക്കാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കേരളം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഡെത്തും അതിനെങ്ങനെയായിരിക്കണം എന്നുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഇഷ്യൂ ചെയ്തു. ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാൻസർ ഉള്ളവർ അല്ലെങ്കിൽ മറ്റു കാർഡിയാക് അറസ്റ്റൊക്കെ വന്ന് അതിലൊക്കെ തന്നെ എങ്ങനെ ചെയ്യണം എന്നുള്ളതിൽ നമ്മൾ ഗൈഡ് ലൈൻ ഇഷ്യൂ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് കേരളം സുതാര്യമായിട്ടാണ് ചെയ്തത് എന്നുള്ളത് കൂടിയാണ് ആ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. നമുക്കൊന്നും ഒളിച്ചു വെക്കാനില്ലല്ലോ. ഇതാണ് കേരളത്തിൽ ഇപ്പോൾ ഈ ഒരു നിപ്പ കേസ് വരുമ്പോഴും നമ്മുടെ സിസ്റ്റം എങ്ങനെയാണത് കണ്ടുപിടിക്കുന്നു എന്നുള്ളത്, അത് സുതാര്യമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം അങ്ങനെയാണ്. നമ്മുടെ കേരളത്തിൽ ലൈഫ് എക്സ്പെക്റ്റൻസി അത് ഏറ്റവും കൂടുതലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. സോ നമ്മൾ ഡിക്കഡൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്താണ് മോർട്ടാലിറ്റി ആ പഠനം നമ്മൾ ചെയ്യണം. അപ്പോൾ നോർമൽ ടൈമിൽ 70 to 80, 80 to 90, 90 to 100 വയസ്സുള്ള ആൾക്കാരിൻ്റെ മോർട്ടാലിറ്റി എങ്ങനെയാണ്, മോർബിഡിറ്റി എങ്ങനെയാണ്. ദെൻ അതിൽ ഒരു അഡീഷണൽ ലെയർ വന്നു കോവിഡിൻ്റെ ഇത് പാൻഡമിക്. ആ സമയം അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ്. അപ്പോൾ ഈ എല്ലാ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദാറ്റ് അത് ലോഞ്ചിറ്റിവിറ്റി ഉണ്ടെങ്കിലും അവിടെ ഒരു കോവിഡിൻ്റെ അത് അഡീഷണൽ വ്യാധി അത് വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ മോർട്ടാലിറ്റി റേറ്റിൽ അതെല്ലാം ഭയങ്കരമായിട്ട് അതെല്ലാം ഒരു സ്പൈക്കൊന്നും നമ്മൾ കാണാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇൻഫാക്ട് വേർ very fairly controlling the infection even in the elderly population. അപ്പോൾ ഇതെല്ലാ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാഡം പറഞ്ഞ പോലെ അതെല്ലാ എപ്പിഡെമോളജിസ്റ്റ് വിദഗ്ധന്മാർ അത് പഠനം ചെയ്തിട്ട് അത് പറയാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് ദ very efficacious handling of the any kind of a disease or pandemic. ശരി, താങ്ക് യു.